സുവേന്ദു അധികാരിയെ അതിർത്തിയിൽ ഞങ്ങൾ കൊന്നു കുഴിച്ചു മൂടും. സുവേന്ദു അധികാരി മുള്ളുവേലി കെട്ടിയാലൊന്നും ഞങ്ങളെ നിർത്താനായി സാധിക്കില്ല, അതായത് ഞങ്ങളെ തടയാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ പറയുന്നത്. ധാക്കയിൽ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധാക്കയിൽ അവിടെയുള്ള മതമൗലികവാദികളും ജമാഅത്തെ പ്രവർത്തകരും തെരുവിലിറങ്ങി സുവേന്ദു അധികാരിയെ തെറി പറയുകയും ഇന്ത്യയുടെ ബംഗാൾ അത് സ്വതന്ത്രമാക്കാൻ ഞങ്ങൾ എത്തും എന്നവർ പറയുകയും ചെയ്യുന്നു. നിരന്തരം ഇപ്പോൾ ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ തന്നെ ഔദ്യോഗികമായ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. മുള്ളുവേലി കെട്ടിയാലൊന്നും ബംഗ്ലാദേശിനെ തടയാൻ സാധിക്കില്ല എന്നാണ് ബംഗ്ലാദേശ് ഔദ്യോഗികമായി പുറത്ത് വിട്ടിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുവേന്ദു അധികാരിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ധാക്കയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഭരണം മാറുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അയൽ രാജ്യത്താണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ബംഗാളിൽ ഭരണം മാറിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനെയാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വലിയ കലാപ സമാനമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ധാക്കയുടെ ഒത്തനടുക്ക് നടന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പല ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിൽ പ്രധാനമായും ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും സുവേന്ദു അധികാരിക്കെതിരെയുള്ള വധഭീഷണികളുമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. നേരത്തെയും ജമാഅത്തെ ഇസ്ലാമി മമതാ ബാനർജി ഒരു വാക്കുമൂളിക്കഴിഞ്ഞാൽ 17 കോടി വരുന്ന ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇരച്ചെത്തി ബംഗാളിനെ സ്വതന്ത്രമാക്കുമെന്ന് നൂറുൽ ഹുദ അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിന്റെ വക്താക്കൾ പറയുന്ന പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ധാക്കയിൽ വമ്പൻ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.